നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടുംചൂടിൽ വലയുകയാണ് മലയാളികൾ. ആശ്വാസമായി വേനൽ മഴ എത്തുകയാണ്. വേനൽ മഴയ്ക്കായി നമ്മൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. എന്തായാലും കാലാവസ്ഥാ അധികൃതർ പറയുന്നത് ഉടൻ തന്നെ വേനൽ മഴ എത്തുമെന്നാണ്. അടുത്ത ദിവസം മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കരഭാഗത്തെ താപനില ഉയരുന്നുണ്ട്. മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിൽ നിന്നും കാറ്റെത്തുന്നുണ്ട്. ഇത് ഒത്തുചേരുന്നതും കേരളത്തിൽ നീരാവിയുടെ സാന്നിധ്യം കൂടുതലായുള്ളതുമാണ് ഈ കാലയളവിലെ മഴയിലേക്ക് നയിക്കുന്നത്. മാർച്ച് 1 മുതൽ മെയ് 31 വരെ കിട്ടുന്നതാണ് സാധാരണയായി വേനൽ മഴയായി കണക്കാക്കുന്നതെന്നാണ് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ വ്യക്തമാക്കുന്നത്. മൺസൂൺ പോലെ കൃത്യതയോടെ പെയ്യുന്നതല്ല വേനൽ മഴ. ശക്തമായ കാറ്റും ഇടിയും സഹിതമാകും വേനൽ മഴ വരുന്നത്. മൺസൂൺ കാലത്തേതുപോലെ സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ പെയ്യില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിലാവും കൂടുതലായും വേനൽ മഴ ഉണ്ടാകുക. അനുകൂല സാഹചര്യങ്ങളിൽ ഇടിമിന്നൽ മേഘങ്ങൾ രൂപപ്പെടും. മേഘം 12 കിലോമീറ്റർ വരെ ഉയരത്തിലാകും രൂപപ്പെടുന്നത്. അപ്പോഴാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുക. പഴയ കാലത്തെ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ മാർച്ചിൽ ശരാശരി 5-6 തവണ മഴ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സീസണിൽ ആകെ 40ഓളം പ്രാവശ്യം മഴ കിട്ടാനാണ് സാധ്യത. പക്ഷേ ചില വർഷങ്ങളിൽ അതിന്റെ അളവിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വലിയ തോതിൽ മഴ കിട്ടിയിരുന്നില്ല. മെയ് പകുതി കഴിഞ്ഞതിന് ശേഷമായിരുന്നു നല്ല രീതിയിൽ മഴ കിട്ടിത്തുടങ്ങിയത്. ഇടിമിന്നൽ മേഘങ്ങൾ രൂപപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. അറബിക്കടലിൽ നിന്നുള്ള നീരാവിയുടെ ലഭ്യതയും ഉണ്ടാകും. ഫെബ്രുവരി ശീതകാലത്തിനും വേനൽക്കാലത്തിനും ഇടയ്ക്കുള്ള സമയമാണ്. അപ്പോൾ കാറ്റിന് കൃത്യമായ ക്രമമോ സ്ഥിരതയോ ഉണ്ടാകില്ല. മാർച്ചിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു. അതുകൊണ്ട് തന്നെ കരഭാഗം കൂടുതൽ ചൂടാകും. മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഉഷ്ണതരംഗം ഉണ്ടാകും. കരഭാഗം ചൂടുകൂടി ന്യൂനമർദ്ദ മേഖല പോലെയാകും. ആ സമയത്ത് അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്ന കാറ്റ് കൂടിച്ചേരും. പെനിൻസുലാർ ഇന്ത്യ എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയുടെ ഭാഗത്താണ് സാധാരണ ഈ രണ്ട് കാറ്റുകളും കൂടിച്ചേരുന്നത്. ഇത് കാരണം കേരളത്തിന്റെ ഭാഗത്ത് നീരാവി നിറഞ്ഞ ചൂടുള്ള വായു മുകളിലേക്ക് ഉയർന്ന് ഇടിമിന്നൽ മേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കേരളത്തിന്റെ ഭാഗത്ത് ധാരാളം നീരാവി ഉണ്ട്. അതുകൊണ്ട് തന്നെ മഴയുടെ അളവും കൂടുതലാകും. എന്നാൽ അധിക സമയം നീണ്ടു നിൽക്കുന്ന മഴയാകില്ല ഉണ്ടാവുക. ഉച്ച കഴിഞ്ഞ് പരമാവധി ചൂട് അനുഭവപ്പെട്ടതിന് ശേഷം ന്യൂനമർദ്ദപാത്തി പോലെ രൂപപ്പെട്ട് വായു മുകളിലേക്ക് ഉയരാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടെങ്കിലാണ് ഇടിമേഘങ്ങൾ രൂപപ്പെടുന്നത്. മാർച്ച് ആദ്യം തന്നെ ഇത്തരത്തിൽ മേഘങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഏതു തീയതിയിൽ തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ശക്തമായ കാറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിനെ എങ്ങനെ നേരിടണം, അപ്പോൾ നമ്മൾ എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നാം അറിഞ്ഞിരിക്കണം. ഫെബ്രുവരി അവസാനം മഴ കിട്ടാറുണ്ട്. ആ മഴയെ കാറ്റിന്റെ ക്രമം കാരണം ഉണ്ടാകുന്ന വേനൽ മഴയായി കണക്കാക്കാൻ സാധിക്കില്ല. ഭൂമധ്യരേഖയുടെ സമീപത്ത് കൂടി കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചക്രവാത ചുഴി പോകുന്നുണ്ട്. ഈ ചക്രവാത ചുഴിയിൽ നിന്നും ന്യൂനമർദ്ദപാത്തി കേരളത്തിന്റെ ഭാഗത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് വേനൽ മഴ കിട്ടുന്നതിലേക്ക് നയിക്കുന്നത്. വേനൽ മഴ ഓരോ വർഷവും എത്രത്തോളം കിട്ടും എന്ന കാര്യത്തിലും ഒരു വ്യക്തമായ കണക്ക് പറയാൻ സാധിക്കില്ല. തെക്കു പടിഞ്ഞാറൻ കാലവർഷമാണ് ഏറ്റവും കൃത്യമായി വരുന്നത്. അതുപോലെ വേനൽ മഴയെ കണക്കാക്കാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.